ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊളസ്ട്രോളും ബി.പിയും മാറ്റാനും അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന നിരവധി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഫലമാണ് മാതളം. മാതളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കുണ്ടാകുന്ന വിരശല്യത്തിന് അതുപോലെ തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വയറിളക്കം, ദഹന പ്രശ്നങ്ങൾക്ക് ഇതിനെല്ലാത്തിനും മാതള നാരങ്ങ നല്ലതാണ്. നമ്മുടെ വൃക്കകളെ സംരക്ഷിക്കാനായിട്ടും മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. മൂത്രാശയത്തിലുണ്ടാകുന്ന കല്ലുകളെയൊക്കെ അലിപ്പിച്ച് കളയാനും മാതളം സഹായിക്കും. നമ്മളിപ്പോൾ കുറച്ച് മാതള നാരങ്ങയുടെ അല്ലി അടർത്തി വെച്ചിട്ടുണ്ട്. ഒരു മാതള നാരങ്ങയുടെ അല്ലിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കൊരല്പം തുളസിയില ഇതേപോലെ ഞാൻ 2 തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാതള നാരങ്ങയുടെ അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തുളസി ഇലയില്ലേ അതുകൂടി നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഞാനിവിടെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഓപ്ഷനാണ്, നമ്മളിവിടെ ഇപ്പോൾ ചേർക്കുന്നില്ല. കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയോ കൽക്കണ്ടോ ഒക്കെ ചേർക്കാം, പക്ഷേ അതത്ര ഹെൽത്തി അല്ല ഈ പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ കുറച്ച് നമ്മൾ ആദ്യം ഒഴിച്ചു, ബാക്കി വെള്ളം കൂടി ഇപ്പോൾ ചേർത്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയുടെ നീരാണ്. അതുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയാകും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഹൃദയത്തിലുള്ള കൊഴുപ്പിനെയൊക്കെ അലിയിച്ച് കളയാനൊക്കെ മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് ഗുണം ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്കറിയാം, ഡോക്ടേഴ്സ് വരെ പറയുന്നതാണ് മാതള നാരങ്ങ കഴിക്കാനായിട്ട്. ഹൃദയത്തിന് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ മാതള നാരങ്ങ കഴിക്കുമ്പോൾ കുറഞ്ഞു കിട്ടും. ഹൃദയത്തിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളിത് കുടിക്കുന്നതിലൂടെ സാധിക്കും. നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാനായിട്ട് മാതള നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. മാതള നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രിക് ആസിഡ് നമ്മുടെ രക്തധമനികളിലൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെയും മറ്റും നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ മാതള നാരങ്ങ കഴിക്കുമ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ നല്ലൊരു പരിധിവരെ കുറഞ്ഞു കിട്ടും. മാതള നാരകത്തിൻ്റെ കായ മാത്രമല്ല, അതിൻ്റെ തൊലിയും പൂവും എല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ഇലയ്ക്ക് വരെ ഔഷധ ഗുണമുണ്ട്. ഈ ഒരു ജ്യൂസ് നമുക്ക് ഡെയിലി കുടിക്കാവുന്ന ഒന്ന് തന്നെയാണ്. മാതളത്തിൻ്റെ തൊണ്ട് നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഒരല്പം കുരുമുളക് കൂടി ചേർത്ത്, അതുപോലെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ പല്ല് തേക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നോർമലി പല്ല് തേച്ചതിന് ശേഷം ഇത് ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുകയാണെങ്കിൽ മോണയിൽ നിന്നുള്ള രക്തസ്രാവം നിൽക്കാനും അതുപോലെ തന്നെ മോണയെ ബലപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ ദന്തക്ഷയം നല്ല രീതിയിൽ തടയാനും ഒക്കെ നല്ലതാണ്. മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കും. പനിയും അതുപോലെ തന്നെ ജലദോഷവും ഒക്കെ കൂടെ വരുന്ന കുട്ടികൾക്കാണെങ്കിലും ഇത് കൊടുക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മാതളത്തിന് പല പേരുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.